EduLight'ന്റെ കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ വീഡിയോ ലഭിക്കാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂൾ സംബന്ധമായ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽസ് നോക്കാം. 2 മണിക്കൂറിലായി 100 മാർക്കിൻ്റെ 25 ചോദ്യമാണ് സ്കിൽ ടെസ്റ്റിന് നൽകുന്നത്. 6 പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. 5 പ്രവർത്തനങ്ങൾക്ക് തിയറി ചോദ്യങ്ങൾ കൂടിയുണ്ട്. കൂടാതെ 6ാമത്തെ പ്രവർത്തനത്തിൽ തിയറി ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് നോക്കാം. 6 മൊഡ്യൂളുകളിൽ 5 മൊഡ്യൂളുകൾക്ക് പ്രാക്ടിക്കൽ ചോദ്യവും 12 മാർക്ക് വീതവും, തിയറി 6 മാർക്ക് വീതവും, ഓരോ മൊഡ്യൂളിനും 18 മാർക്ക് വീതവും, അവസാനം 6ാമത്തെ മൊഡ്യൂളിന് 10 മാർക്കും, മൊത്തത്തിൽ 60 + 40 100 മാർക്കിൻ്റെതാണ് സ്കിൽ ടെസ്റ്റിനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി ഇത് ദീർഘിപ്പിക്കുന്നില്ല. നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ചോദ്യത്തിൽ മാതൃകയ്ക്കനുസരിച്ച് സൂചനകൾ നൽകി അതിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം നിശ്ചിത ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം ഒരു ഫോൾഡറിൽ തന്നിട്ടുണ്ട്. ആ ഫോൾഡർ പഠിതാവ് തുറന്നതിന് ശേഷം അതിൽ സൂചനയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി വീണ്ടും സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുമ്പോൾ PDF ആയി കൂടി സേവ് ചെയ്യുക. നമുക്ക് ചോദ്യം നോക്കാം. ഹോമിലെ കെമിസ്ട്രി ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലുള്ള chemistry.odt എന്ന ഫയൽ താഴെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാതൃകയിലുള്ളതുപോലെ മാറ്റം വരുത്തി നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അതായത് ഹോം തുറക്കുക. അതിൽ കെമിസ്ട്രി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനുള്ളിൽ chemistry.odt എന്ന ഫയലുണ്ട്. അത് തുറന്നതിന് ശേഷം ഇതേ മാതൃകയിൽ, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ അതിലുള്ള ഫയലിൽ മാറ്റം വരുത്തിയതിന് ശേഷം അത് രജിസ്റ്റർ നമ്പർ _ടേബിൾ എന്ന പേരിലുള്ള ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ PDF ആയി സേവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അത് ഹോമിലെ ഈ ഫോൾഡറിലാണ് ഉണ്ടാവുക, കെമിസ്ട്രി ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറാണ് ഉണ്ടാവുക. എന്നാൽ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ടേബിൾ എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. തന്നിരിക്കുന്ന ഫോൾഡർ ഹോമിലാണ്. അപ്പോൾ ആദ്യം ഹോം തുറക്കണം. ഹോം എവിടെയാണ്? ഒന്നെങ്കിൽ ഡെസ്ക്ടോപ്പിലുള്ള ഹോം ഡബിൾ ക്ലിക്ക് ചെയ്ത് പോകാം, അതല്ലെങ്കിൽ പ്ലേസസിൽ നിന്നും ഹോം എടുക്കാം. രണ്ടായാലും ഒരേ പ്രവർത്തനം തന്നെ നടക്കുന്നു. അതിനുശേഷം ഹോമിലെ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ കെമിസ്ട്രി ഡോക്യുമെന്റ്സ്, ഹോമില് ധാരാളം ഫോൾഡറുകളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ കെമിസ്ട്രി ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ, അത് തുറക്കുക. അപ്പോൾ അതിനുള്ളിൽ chemistry.odt എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. അത് തുറക്കുക. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതോ പട്ടിക ഇൻസേർട്ട് ചെയ്യേണ്ടതോ ആയ ആവശ്യമില്ല. ഈ ഫയലിൽ നൽകിയിരിക്കുന്ന പട്ടികയിൽ ചോദ്യത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. ഉദാഹരണമായി ഇവിടെ നിന്നും ഫോണ്ട് സൈസ് 18 എടുക്കുക. അതുപോലെ തന്നെ ബോൾഡ് ആക്കുക. അതിനുശേഷം അവിടെ സെന്ററായി സെന്ററായി അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നത് അതിൻ്റെ ഫോണ്ട് കളർ മാറ്റുക എന്നാണ്. ഫോണ്ട് കളർ ഗ്രീൻ കളറിലേക്ക് മാറ്റുക. എന്താണോ പറഞ്ഞത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി മാതൃക നോക്കുക. മാതൃകയിൽ എന്താണ് തന്നിരിക്കുന്നത്? ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നോക്കൂ. ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിനായി സീരിയൽ നമ്പർ, കോമ്പൗണ്ട്സ്, ഫോർമുല എന്നിവയൊക്കെ സെന്ററിലേക്ക് മാറ്റണം. എല്ലാം സെന്ററിൽ അലൈൻ ചെയ്യണം. അതിനുശേഷം CO2, H2SO4, H2O എന്ന് എഴുതണം. അത് താഴെ എക്സ്പാൻഡ് A+B² A² + 2B + B² എന്നാക്കി മാറ്റണം. ഇത്രയും ചെയ്യുകയാണ് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇവിടെ സീരിയൽ നമ്പർ
കോമ്പൗണ്ട്സ് ഫോർമുല എന്നുള്ളതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു, ഒന്നിച്ച് സെലക്ട് ചെയ്തോളൂ എന്ന് നമ്മൾ എന്ത് ചെയ്തു, അവനൊക്കെ സെന്ററിലേക്ക് മാറ്റി. ഇപ്പൊ എല്ലാം സെന്ററിലായി ഒരു പ്രവർത്തനം നടന്നു. നമ്മൾ പ്രധാനമായും ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ചെയ്യുക എന്നുള്ളതാണ്. ഫോണ്ട് സൈസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മാറ്റം ഫോണ്ട് സൈസ് എത്രയാക്കി മാറ്റാനാണ്? ഫോണ്ട് സൈസ് 14 ആക്കി മാറ്റാനാണ്. അപ്പോൾ വീണ്ടും ഇവിടെ നിന്നും ഫോണ്ട് സൈസ് എന്താക്കി മാറ്റി? 14 ആക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റർ ആക്കി മാറ്റാൻ പറഞ്ഞ് നമ്മൾ സെന്റർ ആക്കി. ഇനി CO2 എന്നതിൽ 2 സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റണം. അതിനായി 2 സെലക്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്റ്റ് എവിടെയാണുള്ളത്? ഫോർമാറ്റിൽ ക്യാരക്ടറിൽ നിന്നും സബ്സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. നോക്കൂ, ഇവിടെ CO2 സബ്സ്ക്രിപ്റ്റ് ആയി വന്നു. ഇതുപോലെ H2SO4 മാറ്റം വരുത്തുക. 2 എന്നത് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റിൽ പോകുന്നു, അതുപോലെ തന്നെ ക്യാരക്ടർ എടുക്കുന്നു, അവിടെ സബ്സ്ക്രിപ്റ്റ് എന്നതിൽ നിന്നും ഓക്കെ അടിക്കുന്നു. അതുപോലെ SO4 സബ്സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്. വീണ്ടും ഈ പ്രവർത്തനം ആവർത്തിക്കുന്നു, സബ്സ്ക്രിപ്റ്റ് ആക്കുന്നു, ഓക്കെ അടിക്കുന്നു. അതുപോലെ തന്നെ H2O എന്ന പ്രവർത്തനം ഫോർമാറ്റിൽ നിന്നും ക്യാരക്ടർ എടുത്തതിന് ശേഷം സബ്സ്ക്രിപ്റ്റ്, ഓക്കെ. അപ്പോൾ സബ്സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമാറ്റിലെ ക്യാരക്ടറിലാണ് എന്തുള്ളത്? സബ്സ്ക്രിപ്റ്റ് ഉള്ളത്. അത് ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന മറ്റൊരു ഭാഗം A+B² സമം A² പ്ലസ് 2AB പ്ലസ് B² എന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടുത്തെ 2നെ സൂപ്പർസ്ക്രിപ്റ്റ് ആക്കുന്നതിന് വേണ്ടി ഫോർമാറ്റിൽ ഉള്ള ക്യാരക്ടറിൽ നിന്നും സൂപ്പർസ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ സൂപ്പർസ്ക്രിപ്റ്റ് ആയാലും സബ്സ്ക്രിപ്റ്റ് ആയാലും എവിടെയാണുള്ളത്? ഫോർമാറ്റിലെ ക്യാരക്ടറിലാണുള്ളത്. അതുപോലെ തന്നെ A2 വീണ്ടും ഇതേ പ്രവർത്തനം നടത്തുന്നു. 2 സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റിൽ പോകുന്നു, ക്യാരക്ടറിൽ നിന്നും സൂപ്പർസ്ക്രിപ്റ്റ്, ഓക്കെ. വീണ്ടും B2 അതിൽ 2 സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റിൽ പോകുന്നു, അതുപോലെ തന്നെ ക്യാരക്ടറിൽ നിന്നും സൂപ്പർസ്ക്രിപ്റ്റ് എടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം എക്സ്പാൻഡ് A+B² സമം A² പ്ലസ് 2AB പ്ലസ് B² എന്നത് സെന്ററിലാക്കുകയാണെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? സെന്റർ ആക്കിയാൽ മതി. യെസ്, ഇത്രയും പ്രവർത്തനമാണ് അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഇവിടെ പ്രധാനമായും ഉദ്ദേശിച്ചത് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റുമാണ്. ഇനി ഇതിനെ PDF ആക്കിയിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. PDF ആക്കാനുള്ള മാർഗം എന്താണ്? വളരെ എളുപ്പത്തിൽ ടൂൾ ബാറിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ എവിടെ പോവാം? ഫയലിലുള്ള എക്സ്പോർട്ട് ഫയലിലുള്ള എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ടൂൾ ബാറിലെ എക്സ്പോർട്ട് ആസ് PDF എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഒരു ഫയലിന് പേര് കൊടുക്കാൻ പറയും, അല്ലേ? നെയിം എന്നിടത്ത് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എന്ന് തന്നെ പേര് കൊടുത്തു. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സേവ് ചെയ്യുന്നത് എവിടെയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ സേവ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പേരിൽ? രജിസ്റ്റർ നമ്പർ _ടേബിൾ എന്ന പേരിൽ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താ വെച്ചാൽ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം രജിസ്റ്റർ നമ്പർ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എങ്ങനെയാണ് _ ചെയ്യുന്നത്? ഷിഫ്റ്റ് ഹൈഫൺ അമർത്തി _ എന്ന് കിട്ടും. രജിസ്റ്റർ നമ്പർ _ടേബിൾ ടേബിൾ എന്ന പേരിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ എവിടെയാണ് സേവ് ആവുക? കെമിസ്ട്രി ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യുക. നമുക്ക് അവിടെയല്ല സേവ് ആക്കേണ്ടത്. നമുക്ക് സേവ് ആവേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ ഫോൾഡറിൽ. നിങ്ങളുടെ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ. നിങ്ങളുടെ ഫോൾഡറിന്റെ പേരെന്തായിരുന്നു? രജിസ്റ്റർ നമ്പർ _കൂൾ പ്രോഡക്റ്റ് എന്ന ഫോൾഡർ തുറന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്ന് അതിൽ സേവ് ചെയ്യുക. ഇപ്പോ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തിയാക്കി PDF ആക്കി ഫയലിൽ സേവ് ചെയ്തിരിക്കുന്നു. PDF ആക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ചോദ്യം നമുക്കൊന്ന് നോക്കാം. ലിബർ ഓഫീസ് റൈറ്ററിൽ ടൂൾ ബാറിൽ കാണുന്ന ഈ ടൂളിന്
എന്തിനുപയോഗിക്കുന്നു? ഈ ടൂൾ എന്തിനുപയോഗിക്കുന്നു? ലിബർ ഓഫീസ് റൈറ്ററിൽ ടൂൾ ബാറിൽ കാണുന്ന ഈ ടൂൾ എന്തിനുപയോഗിക്കുന്നു? ഇതെന്തിനുപയോഗിക്കുന്ന ടൂളാണ്? അതെ, ശരി, ഇൻസേർട്ട് ടേബിൾ. ഉത്തരം എന്താണ്? ഇൻസേർട്ട് ടേബിൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷനിൽ ഓഫീസിൽ റൈറ്റർ തുറന്നു വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ടൂൾ ബാറിൽ കാണുന്ന ഈ ടൂളാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ നോക്കൂ, ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ടൂളാണ് കണ്ടത്. ടേബിളിൻ്റെ ടൂളാണ് ഇവിടെ കണ്ടത്. അതായത് ഉദാഹരണമായിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്താ പറയുക, ഇതെന്തിനു ഉപയോഗിക്കുന്നതാണ്? സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇതെന്തിനാണ്? നേരത്തെ പറഞ്ഞു PDF ആയി ഉപയോഗിക്കുന്നതാണ്. ഇതോ ഫയല് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക് ആക്കാൻ, അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇതെന്താണ്? ഫോണ്ട് കളർ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇവിടെയോ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണിത്. പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയോ ടെക്സ്റ്റ് ബോക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണിത്. ഇവിടെയോ അലൈൻമെന്റ് ടൂളുകളാണ് ഇവിടെ കിടക്കുന്നത്, അല്ലേ? ഇത്തരം ടൂളുകളൊക്കെ തന്നെ ഒന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.